തൃശൂരിലെ ATM കവർച്ചാ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് അതിസാഹസ്യമായി പിടികൂടിയതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേഷിലേക്ക് വീണ്ടും പോവുകയാണ്. നിഖിൽ, നേരത്തെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. തുടരാം നിഖിൽ. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോഴുള്ള നാമക്കലിന് സമീപത്ത് തന്നെ ഒരു ATM മോഷണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ആ കേസിലും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ സമാന കേസിലെ പ്രതികളാണോ, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ATM മോഷണ കേസിലെ പ്രതികൾ ഇവരാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ 7 പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ ചികിത്സയിലാണ്. മറ്റ് 5 പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. DIG ഉമ്മയുടെ നേതൃത്വത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മാത്രമേ ഇവരെ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ് പോലീസ് നൽകുന്നത്. അതുവരെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് എന്നാണ് സേലം DIG വ്യക്തമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷമായിരിക്കും കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് അവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പറ്റുക. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് പ്രതികളെ കൊണ്ടുവരികയും ഇവിടെ നടന്നിട്ടുള്ള ATM റോബറി സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു മോഷണം തന്നെയാണ്. ഒരുപക്ഷെ ഈ അപകടങ്ങൾ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഈ ഗ്രാമപ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവരുടെ കണ്ടെയ്നർ വാഹനങ്ങൾ ഈ കാറിലും ബൈക്കിലും ഒന്നും ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതികൾ ഈ തമിഴ്നാട് നിഖിൽ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നാമക്കലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്.